ഹലോ, വെൽക്കം ടു ദി ചാനൽ ടീച്ച് നോട്ട്. ഫസ്റ്റ് തന്നെ വീഡിയോ ലേറ്റ് ആയതിന് ഒരു സോറി പറയുവാണ്. ത്രോട്ട് പെയിൻ ആയത് കാരണമാണ് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത്. ഇപ്പോൾ ഓക്കെ ആയിട്ടില്ല, എങ്കിലും ഇന്ന് ഇടാമെന്ന് കരുതി. കാരണം നമുക്ക് ഇനിയും 2 ചാപ്റ്റേഴ്സ് എക്സാമിന് മുമ്പ് എടുത്ത് തീർക്കാനുണ്ട്. 4 ചാപ്റ്റേഴ്സ് എക്സാമിന് ഉണ്ടാകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ ഇത്തിരി സ്ട്രെയിൻ എടുത്തിട്ടായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. വോയിസ് ക്ലാരിറ്റി അല്പം കുറയും, എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് പേജ് നമ്പർ 42, 43, 44, 45 പേജുകളിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇതിൽ വരുന്ന ടോപ്പിക്സ് പ്രീകേഴ്സർ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 26 ജനുവരി 1950 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947. സോ 47 തുടങ്ങി 50 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്നത് 1935 ബ്രിട്ടീഷ് പാസാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രവിശ്യകളുടെ സ്വയംഭരണ അധികാരം, ഫെഡറലിസം, അധികാര വിഭജനം, നിർദ്ദേശക തത്വങ്ങൾ, ഫെഡറൽ കോടതി സംവിധാനം തുടങ്ങി നിരവധി ആശയങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തുടങ്ങിയവയ്ക്ക് പുറമെ ക്യാബിനറ്റ് മിഷന്റെ പ്രവർത്തനങ്ങളും ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ടുവേർഡ്സ് ഫ്രെയിമിംഗ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന 2 ടോപ്പിക്സ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്യാബിനറ്റ് മിഷനെ കുറിച്ചാണ്. ഇന്ത്യക്ക് പരമാധികാരം കൈമാറുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ചർച്ച നടത്തുന്നതിനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച 3 അംഗ സമിതിയാണ് ക്യാബിനറ്റ് മിഷൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി മുൻകൈയെടുത്താണ് ക്യാബിനറ്റ് മിഷൻ രൂപീകരിച്ചത്. ദെൻ ഡിവേഴ്സ് ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ ഓരോ കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാം. 12th ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്? എപ്പോഴാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്? ആൻസർ 26 ജനുവരി 1950. 13. ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് ടു ഫ്രെയിം അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്താൻ എത്ര നാളെടുത്തു? ആൻസർ 2 years, 11 months and 17 days. 14. When was the first Constituent Assembly meeting held? ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സമ്മേളനം നടന്നത് എപ്പോഴാണ്? ആൻസർ 9th December 1946. 15th question, who was the chairman of the Constituent Assembly? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 16. Who is the chief architect of Indian Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. 17. When did India became republic? എപ്പോഴാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്? ആൻസർ 26 ജനുവരി 1950. 18. When did our constitution adopted and signed? എപ്പോഴാണ് നമ്മുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതും ഒപ്പിട്ടതും? ആൻസർ 26 നവംബർ 1949. 19. Which law did independent India follow till it became a republic? ഒരു റിപ്പബ്ലിക് ആകുന്നത് വരെ സ്വതന്ത്ര ഇന്ത്യ പിന്തുടർന്നിരുന്ന നിയമം ഏതാണ്? ആൻസർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1935. 20. ഹൗ മെനി പാർട്സ്, ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂൾസ് ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ്? നമ്മുടെ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളും ആർട്ടിക്കിളുകളും ഷെഡ്യൂളുകളും ഉണ്ട്? ആൻസർ 22 parts, 395 articles and 8 schedules. 21. What are the features of the Government of India Act 1935? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഇൻ 6 provinces. 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭ. ഈ പ്രവിശ്യ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനോ സംസ്ഥാനത്തിനുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനാണ്. ആകെയുള്ള 11 പ്രൊവിൻസുകളിൽ 6 പ്രവിശ്യ ദ്വിമണ്ഡല സഭകളാണുള്ളത്. അതായത് ഹൗസ് ഓഫ് അസംബ്ലി ആൻഡ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഈ ദ്വിമണ്ഡല സഭ.
ലോകസഭ രാജ്യസഭ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദ നെക്സ്റ്റ് പോയിന്റ് ബൈ ക്യാമറ ലെജിസ്ലേച്ചർ അറ്റ് ദ സെൻറ്റർ, കേന്ദ്രത്തിൽ ദ്വിമണ്ഡലസഭ. നെക്സ്റ്റ് വൺ പവർ ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ പ്രൊവിൻസസ്, അധികാരം കേന്ദ്രത്തിനും പ്രവിശ്യകൾക്കും ഇടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് വൺ സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ വീക്കർ സെക്ഷൻസ്, വിമൻ ആൻഡ് വർക്കേഴ്സ്, ദുർബല വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും തൊഴിലാളികൾക്കും പ്രത്യേക മണ്ഡലങ്ങൾ. നെക്സ്റ്റ് വൺ 321 സെക്ഷൻ 10 സ്കെഡ്യൂൾസ്, 321 അതായത് 321 വിഭാഗം 10 ഷെഡ്യൂളുകൾ. 22. വാട്ട് വാസ് ദ മെയിൻ പ്രൊപ്പോസൽ ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ? ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? എ കോഡ് ഓഫ് ലോസ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് വൺ ഓഫ് ദ മെയിൻ പ്രൊപ്പോസൽസ് ഓഫ് ദ ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കുള്ള ഒരു നിയമസംഹിത. 23. ഫോർ വാട്ട് ഒബ്ജക്റ്റീവ് വാസ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഫോംഡ്? എന്ത് ലക്ഷ്യത്തോടെയാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്? ആൻസർ: എ കോഡ് ഓഫ് ലോസ് ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വാസ് വൺ ഓഫ് ദ മെയിൻ പ്രൊപ്പോസൽസ് ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ that visited India in 1946 to discuss the transfer of power. The Constituent Assembly was formed with this objective. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാനായിട്ട് 1946 ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കുള്ള നിയമസംഹിത. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത്. 24. വാട്ട് വർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി? ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രധാന സവിശേഷതകൾ എന്തായിരുന്നു? ആൻസർ നോക്കാം. ഫസ്റ്റ് മീറ്റിംഗ് വാസ് ഹെൽഡ് ഓൺ 9th December 1946. 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. നെക്സ്റ്റ് വൺ, ദ എലക്റ്റഡ് ചെയർമാൻ വാസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ. നെക്സ്റ്റ് വൺ, കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26th November 1949. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിക്കുകയും ഒപ്പിടുകയും ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, ചെയർമാൻ ഓഫ് ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഫ്രെയിമിംഗ് പീരീഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് 2 years 11 months and 17 days. ഭരണഘടനയുടെ രൂപീകരണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവുമായിരുന്നു. നെക്സ്റ്റ് വൺ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എഫക്റ്റ് ഓൺ 26 January 1950. ദാറ്റ് മീൻസ് ഇന്ത്യ ബിക്കെയിം റിപ്പബ്ലിക് ഓൺ ദാറ്റ് ഡേ. ഭരണഘടന നിലവിൽ വന്നത് 26 ജനുവരി 1950 അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. 25th വൺ, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ നോക്കാം. പോയിന്റ് വൈസ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പാർലമെൻ്ററി ഡെമോക്രാറ്റിക്. ദ ലെജിസ്ലേച്ചർ കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ഓഫ് ദ കൺട്രി. അതായത് ജനാധിപത്യ ഭരണം. നിയമനിർമ്മാണ സഭകൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, പോപ്പുലർ സോവേണിറ്റി. അതായത് ജനകീയ പരമാധികാരം. ഓൾ ദ പവേഴ്സ് ഓഫ് ദ നേഷൻ ഒറിജിനേറ്റ് ഫ്രം ദ പീപ്പിൾ. രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലിക അവകാശങ്ങൾ. ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഗ്യാരണ്ടീഡ് സർട്ടൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബൈ ദ സ്റ്റേറ്റ്. ഓരോ വ്യക്തിക്കും ഭരണകൂടം ചില മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. നെക്സ്റ്റ് വൺ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. മൗലിക കടമകൾ. റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് എവറി ഇൻഡിവിജ്വൽ ഓസ് ടു ദ നേഷൻ ആൻഡ് സൊസൈറ്റി. ഓരോ വ്യക്തിയും രാജ്യത്തോടും സമൂഹത്തോടും കടപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ. നെക്സ്റ്റ് വൺ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഡയറക്ഷൻസ് ഗീവൺ ടു ദ സ്റ്റേറ്റ് ടു എൻഷ്വർ സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ ഉറപ്പാക്കാൻ സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. നെക്സ്റ്റ് വൺ, റൂൾ ഓഫ് ലോ. നിയമവാഴ്ച. ഓൾ സിറ്റിസൺസ് ആർ സബ്ജക്റ്റ് ടു ദ ലോ. നോ വൺ ഈസ് എബവ് ദ ലോ. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല. നെക്സ്റ്റ് വൺ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്.
സാർവത്രിക പ്രായപൂർത്തി. റൈറ്റ് ടു വോട്ട് ഗിവൺ ടു ഓൾ ഹു അറ്റൈൻഡ് എ പെർട്ടിക്കുലർ ഏജ്. ഒരു പ്രത്യേക പ്രായമെത്തിയ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ദ ജുഡീഷ്യൽ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. കോടതി സംവിധാനം നിയമനിർമ്മാണ സഭകളിൽ നിന്നും ഭരണാധികാരികളിൽ നിന്നും സ്വതന്ത്രമാണ്. നെക്സ്റ്റ് വൺ, ഫെഡറലിസം. സംയുക്ത സംസ്ഥാന വ്യവസ്ഥിതി. എ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ്സ്. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കിടയിൽ അധികാരം വിഭജിക്കുന്ന ഒരു സംവിധാനം. നെക്സ്റ്റ് വൺ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഏക പൗരത്വം. ദർ ഇസ് ഓൺലി വൺ സിറ്റിസൺഷിപ്പ് ഇൻ ദ കൺട്രി. ദർ ഇസ് നോ സെപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ സ്റ്റേറ്റ്സ്. രാജ്യത്ത് ഒരു പൗരത്വം മാത്രമേയുള്ളൂ. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വമില്ല. 26th question. What is the reason for saying that the Constitution is the fundamental law of the nation? ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമമെന്ന് പറയാനുള്ള കാരണം എന്താണ്? ആൻസർ, any law framed by the center or state governments should follow the provisions of our Constitution. Thus, the boundaries within which governments can make and enforce laws are decided by our Constitution, which holds the position as the supreme system and source of law. കേന്ദ്രമോ സംസ്ഥാന സർക്കാരുകളോ രൂപീകരിക്കുന്ന നിയമം നമ്മുടെ ഭരണഘടനയുടെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കണം. അങ്ങനെ ഗവൺമെൻറ്റുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അത് നിയമത്തിൻ്റെ പരമോന്നത സംവിധാനവും ഉറവിടവുമായിട്ട് നിലകൊള്ളുന്നു. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുകൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.